പഴയതിനെയൊക്കെ കുറ്റം പറഞ്ഞ് ഒടുവിൽ നീ എന്നെയും പഴയതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുമല്ലോടി. അങ്ങനെ ഒഴിവാക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല. വിവാഹമോചനം കോടതി വഴി തന്നെ കിട്ടേണ്ടതാണ്. അതല്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോ മറ്റേയാളെ കളയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്നേ മോഹനനെ കളഞ്ഞേനെ. അതെ, നീ കളയും. എന്നെ പോലൊരു ഭർത്താവിനെ കിട്ടിയ നീ ഭാഗ്യവതിയാണ്. എന്റെ അത്ര നല്ല സ്വഭാവമുള്ള വേറെ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മറ്റു സ്ത്രീകളുമായ അനാവശ്യമായ ബന്ധങ്ങളില്ല, കൈക്കൂലി വാങ്ങില്ല. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടായിട്ടും നീ എന്നെ പഴഞ്ചനെന്ന് വിളിക്കും. പുതിയതായാൽ എല്ലാമായി എന്നാണോ നിന്റെ ധാരണ? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മോഹനേട്ടാ. ഒരു വീട്ടിൽ യാതൊരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത് എന്ത് സെന്റിമെന്റ്സിന്റെ പേരിലായാലും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതല്ല. ഉദാഹരണത്തിന് എവിടാ സാധനം കിടക്കുന്നു കണ്ടോ? കണ്ടോ, ഇതാണ് മോഹനേട്ടന്റെ സ്വഭാവം. മുത്തച്ഛന് രാജാവ് കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരു കിണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാണാവോ എന്തോ. ആ അലമാരയിൽ ഇരിക്കുന്ന പത്രക്കെട്ടുകൾ മുഴുവനും ഒരാവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഒരു ദിവസം ഞാൻ അതെല്ലാം വാരിയിട്ട് തീ കൊടുത്തു നോക്കിയോ. അന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഞാൻ സൂക്ഷിക്കുന്ന ഒന്നും അതെത്ര പഴയതാണെങ്കിലും നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാമ്പും പഴയതാണ് നല്ലതെന്ന് നീ കേട്ടിട്ടുണ്ടോ? പാമ്പ് പഴയതായിരിക്കും നല്ലത്. പക്ഷെ മോഹനേട്ടൻ പാമ്പല്ലല്ലോ, ഈനാമ്പേച്ചിയല്ലേ. ഉത്തമനോട് സംസാരിച്ചിട്ട് ബാക്കി പറയാം. ആരാണ് ഈനാമ്പേച്ചെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. നമസ്കാരം സാറേ. നമസ്കാരം. ഉത്തമൻ രാവിലെ. സാറേ, എനിക്ക് സാറിന്റെ ഒരു ചെറിയ സഹായം വേണം. അത് മനസ്സിലായി. എന്ത് സഹായമാണ് വേണ്ടത്? സാറേ, എന്റെ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആ കുമാരൻകുട്ടിയെ സാറിന് അറിയാലോ. അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റില്ല സാറേ. ഈ ശല്യം എന്ന് വെച്ചാൽ അവ ഓരോ ദിവസം ഓരോ തരത്തിലാണ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സുമാനോ താമസിക്കണ്ടേ? ഉത്തമന്റെ അയൽവാസിയായ കുമാരൻകുട്ടി ഉത്തമനെ ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് കേസ്. അയൽക്കാരന്റെ ശല്യത്തെ പറ്റി പരാതിപ്പെടേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. വില്ലേജ് ഓഫീസറുടെ സ്വന്തം വീട്ടിന് മുമ്പിട്ടല്ല. പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെട്ടു സാറേ. ആ SI ഗീവർഗീസ് സാർ ഈ കുമാരൻകുട്ടിയുടെ സ്വന്തം ആളാണ്. അങ്ങേര് പറയാണ് കുമാരൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റൂലടേ എന്ന്. അല്ല, അതങ്ങനെ പറയുമല്ലോ. കുമാരൻകുട്ടി വലിയ തൊഴിലാളി നേതാവാണ്, അവന് സ്വാധീനമുണ്ട്. നമ്മളാണെങ്കിൽ ഒരു സാധാരണക്കാരൻ. സാറാ ഗീവർഗീസ് സാറിന് ഒന്ന് വിളിച്ച് പറയണം. സാറാകുമ്പോ അതിനൊരു വിലയൊക്കെ ഉണ്ടല്ലോ. കാരണം സാറ് വില്ലേജ് ഓഫീസർ ആണല്ലോ. ഞാൻ വില്ലേജ് ഓഫീസറാണ്. പക്ഷേ ക്രമസമാധാനം അടിമുടി പോലീസ് വിഷയമാണ്. അതിലിടപെടാൻ റവന്യൂ വകുപ്പിന് അധികാരമില്ല. അല്ല സാറ്, വക്കീല്, എന്റെ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു കുമാരൻകുട്ടിയെ വക്കീലിന് അറിയാലോ. അവനെ കൊണ്ട് ഞാൻ സഹികെട്ടുന്നേ. എന്താ പ്രശ്നം? ഈ പറയുമ്പോ ഈ കുമാരൻകുട്ടി എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഗീത ഭ്രാന്തനാണ്. 24 മണിക്കൂർ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കും. അത് ഈ ഒരുമാതിരി പഴയ പാട്ടുകള്. നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ മടുക്കൂലെന്ന്. അങ്ങനെയല്ല ഉത്തമ. പഴയത് മാത്രമാണ് നല്ലതെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില്. ഈ കുമാരൻകുട്ടിക്കാണെങ്കിൽ ഒരു പഴയ റേഡിയോ ഉണ്ടേ. രാവിലെ മുതൽ അതിൽ പാട്ട് കേൾക്കുകയാണ് ഇവന്റെ പരിപാടി. ഈ പാട്ട് അവന് കേൾക്കണമെങ്കിൽ അവന് മാത്രം കേട്ടാ പോരെ. ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തേണ്ട കാര്യം തോന്നും. അതുമാത്രമല്ല, എത്ര ഉച്ചത്തിൽ നിന്നറിയാം പാട്ട് വയ്ക്കുന്നത്. നിയമപ്രകാരം അത് തെറ്റാണ്. പാട്ട് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം കുമാരൻകുട്ടിക്ക് ഉള്ളതുപോലെ പാട്ട് കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉത്തമനുണ്ട്. ഉത്തമൻ ധൈര്യമായിട്ട് SI ഗീവർഗീസിന്റെ അടുത്ത് പരാതി കൊടുത്തോളൂ. ഞാൻ വിളിച്ചോളാം പോലീസ് സ്റ്റേഷനിലേക്ക്. അത് മതി. വക്കീല് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ തന്നെ ഈ ക്രിമിനൽ കേസിന്റെ കാര്യം വരുമ്പോ വില്ലേജ് ഓഫീസറെക്കാളും നല്ലത് വക്കീല. വില്ലേജ് ഓഫീസറിന്റെ പണി മോഹനേട്ടൻ രാജിവെക്കാൻ പോകുത്തമാ. അറിഞ്ഞില്ലായിരുന്നോ? രാജിവെക്കാനാ? എന്നിട്ടെന്താ? മോഹനേട്ടൻ ആക്രി കച്ചവടം തുടങ്ങാൻ പോകുന്നു. നാട് നീളെ നടന്ന് മനുഷ്യർക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത സാധനങ്ങൾ പെറുക്കി കൂട്ടി ഈ വീടിന്റെ വരാന്തയിൽ കൊണ്ടുവന്ന് വിൽപ്പനയോട് വിൽപ്പന. അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് സാറേ. സാറിനെ പോലൊരു വലിയ ആള് നാട് നീളെ നടന്ന് പഴയ കുപ്പി പാത്രങ്ങൾ തകര പാട്ടകൾ കോടാക്കാനുണ്ട്. അല്ല, പഴയ സാധനങ്ങളാണെങ്കിലും എന്നെങ്കിലും ഉപയോഗം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് ഭാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾക്കൊരു സാധനം ഉപയോഗിച്ച അപ്പൊ തന്നെ വലിച്ചെറിയണം. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ വാശിയാണ് ഈ കാണിക്കുന്നത്. അല്ല സാറേ, ഈ ഉപയോഗം കഴിഞ്ഞ സാധനങ്ങൾ പിന്നെ വച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. വെറുതെ സ്ഥലം മെനക്കെടുത്തു എടുത്താൽ കളയണം. അച്ഛനും അമ്മയും പ്രായമായി കഴിയുമ്പോ സ്ഥലം മെനക്കെടുത്തു എന്ന് പറഞ്ഞ് നമ്മളോണ്ട് കളയോ? ഇല്ല, അങ്ങനെ കളയാനുള്ളതല്ല ഒന്നും. എന്ത് സാധനം കൊണ്ടും എപ്പോഴും ഉപയോഗം ഉണ്ടാകാം. ഉദാഹരണത്തിന് ഈ കുട.
മഴയുള്ളപ്പോൾ ഈ കുട നിവർത്തി മഴ നനയാതെ നടക്കാം. മഴയില്ലാത്തപ്പോഴോ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ വഴിയിൽ വെച്ച് വല്ല പട്ടിയോ പാമ്പോ കടിക്കാൻ വന്നാൽ അടി എന്ന് പറഞ്ഞു ഓടിക്കും. വയസ്സാകുമ്പോ അമ്മ മതി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കുട ഉപേക്ഷിക്കാൻ പോകുന്നില്ല. കുട മാത്രമല്ല, ഈ വീട്ടിലുള്ള പഴയ സാധനങ്ങളൊന്നും ഉപേക്ഷിക്കാൻ മോഹനകൃഷ്ണൻ തയ്യാറല്ല. അതിന്റെ പേരിൽ നീ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടും കാര്യമില്ല. മോഹനകൃഷ്ണൻ പഴയത് മറക്കുന്ന ആളല്ല. അങ്ങോട്ട് പറയൂ, നിന്നോട് കൂടെ. എന്ത് ചെയ്യാനാണ് ഉത്തമ? പ്രമാദമായ ഒരു ക്രിമിനൽ കേസിന്റെ വാദം തുടങ്ങുന്ന ദിവസം എനിക്ക് കുറച്ച് നോട്ട് തയ്യാറാക്കാൻ നോക്കുമ്പോ സകല സ്ഥലത്ത് മോഹനയുടെ ആക്രി സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതെടുത്ത് കത്തിക്കാൻ പറഞ്ഞപ്പോ തുടങ്ങിയ വഴക്കാണ്. ഉത്തമ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലേ. ഞാൻ ഗീവർഗി സാറിനെ വിളിച്ചു പറഞ്ഞോളാം. ശരി.